നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും കൺമുമ്പിൽ ലിസ്റ്റ് ചെയ്യുക. ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, റിലേഷൻ ഇഷ്യൂസ് ആൻഡ് ഓൾ ഇഷ്യൂസ്. എന്നിട്ട് അവ നോക്കിയിട്ട് ഇങ്ങനെ പറയാം, ഐ ആം ഓൺലി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് പ്രോബ്ലംസ്. എന്താ പറയണ്ടേ? പറഞ്ഞേ, ഐ ആം ഓൺലി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് പ്രോബ്ലംസ്. അതായത് സെൽഫ് മോട്ടിവേഷനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു മോട്ടിവേഷൻ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനോ ഒന്നിനും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പഠനമായി സെൽഫ് മോട്ടിവേഷനുള്ള ഊർജ്ജം കണ്ടെത്തുകയാണ്. എങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. നമ്മുടെ ലൈഫിലുള്ള സകല പ്രശ്നങ്ങളെയും, അത് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആകാം, ജോബ് ആകാം, അല്ലെങ്കിൽ സ്കിൽസ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, പാർട്ട്ണർ ഇല്ലാത്തതാവാം, സകലതാവാം. എന്നിട്ട് പറ, അവ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറയണം, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് പ്രോബ്ലംസ്. ഐ ആം ഓൺലി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് പ്രോബ്ലംസ്. പറഞ്ഞേ, ഐ ആം ഓൺലി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദീസ് പ്രോബ്ലം. I have wasted my time. പറഞ്ഞേ, I have wasted my time. I have wasted my time. I was careless. I was careless. I was careless. I didn't focus. I didn't focus. I didn't focus. I didn't prioritize. I didn't prioritize. I didn't prioritize. I messed up. I messed up and it's on me. And it's on me. പറഞ്ഞേ, I messed up and it's on me. I messed up, but I'll fix it. But I will fix it. പറഞ്ഞേ, but I will fix it. I'm going to fight the hardest battle no one can ever imagine. പറ, ഇങ്ങനെ ഒരു ഇതൊക്കെ ആക്കിയിട്ട് പറയാൻ മതി. I'm going to fight the hardest battle no one can ever imagine. അതായത് ഒരുത്തനും ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തൊരു ബാറ്റിലിന് ഞാൻ ഒരുങ്ങാൻ പോവാണ്. എങ്ങനെ പറയാം? I'm going to fight the hardest battle no one can ever imagine. നിങ്ങൾ സ്പാർക്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ഇത് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഒരാളും കാണാത്ത സമയത്ത് ഇതെടുത്തിട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സകല ഓർമ്മകളെയും സകല പ്രശ്നങ്ങളെയും കൂട്ടി വെച്ചിട്ട് അവയെ നോക്കിയിട്ട് നിങ്ങൾ ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുക. അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടില്ല.